ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണെന്നപ്പോൾ എന്നോട് ഗെറ്റ് റെഡി വിത്ത് മീ. ഹലോ, ലെറ്റ്സ് ഗോ ഗായ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇതാ പെട്ടെന്ന് സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ധൃതി കൊണ്ടാണ് ബട്ടൺസ് ഒന്നും ഊരാതെ പെട്ടെന്ന് ഷർട്ട് വലിച്ച് കയറ്റുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയുന്നത്. മൊത്തം കാണാൻ ഇപ്പോൾ കാണിച്ചിട്ടാണ്. സോ ഗൈസ് കണ്ടോളൂ ഗൈസ്, ഒരു ക്രീം കളർ പാൻറ്റും മറ്റേ കൊറിയൻ ബാഗിയാണ് തോന്നുന്നു. ഒരു ക്രീം കളറിലെ ഒരു പാൻറ്റും പിന്നെ ഒരു ക്രീം കളർ ഷർട്ടും. സോ ഗൈസ്, ഈ ഷർട്ട് അങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഗൈസ്. നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുന്ന വീഡിയോ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ മറന്നു. സോ ഇതാണ് എൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കോളേജിൽ നിന്ന് എല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് കുഴപ്പമില്ലായിരുന്നു ഗൈസ്. എന്തായാലും ഫസ്റ്റ് കോളേജ് കഴിഞ്ഞ് വന്ന് എനിക്ക് പറയാനുള്ളത് ഗൈസ്, കാരണം എൻ്റെ മൊത്തം ടാൻ അടിച്ചു ഗൈസ്. എന്താ രാവിലെ അങ്ങോട്ട് പോയി വെയിൽ തിരിച്ച് ഇങ്ങോട്ട് വന്ന് വെയിൽ ബസ്സിനായിരുന്നു. പിന്നെ പൊല്യൂഷൻ മണ്ണാങ്കട്ട മാങ്ങാത്തൊലിയൊക്കെ എൻ്റെ മുഖത്ത് മൊത്തം അടിച്ചിട്ട് മൊത്തം ടാൻ ആയിരിക്കുകയാണ് ഗൈസ്. ഈ ടാനൊക്കെ തോറ്റു. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ലൈക്ക് ഇത് കണ്ടോ, കഴുത്തിന് താഴോട്ട് വേറെ കളർ, കഴുത്തിന് മണ്ണക്കൊട്ട് വേറെ കളർ ടാൻ അടിച്ച് എനിക്ക് പോകാൻ ഭയങ്കര പാടാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഈ ടാൻ മാറ്റാനുള്ള എന്തൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും അതെനിക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ഈ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേക്ക് കാലെടുത്ത് അങ്ങ് വെച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു ലൈക്ക് ജോയിൻ തുടങ്ങുകയാണ്. ഈ സ്കൂൾ ലൈഫ് വേറെ, കോളേജ് വേറെ. അഫ്കോഴ്സ് രണ്ടാണ്. ഈ 10 അല്ലെങ്കിൽ +1 +2 ഒക്കെ ഒന്നും അല്ല കോളേജ്. ഭയങ്കര വ്യത്യാസമുണ്ട് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കിനും. കാരണം എന്താ പറയുക, ഈ +1 +2 എങ്ങനെയാണോ അതിൻ്റെ അല്ലെങ്കിൽ വേറൊരു വേർഷനാണ് കോളേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എനിക്കൊരു കാര്യം മീൻസ് എനിക്ക് ഏറ്റവും വിഷമമുള്ളത് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ കൂടെ ഇല്ല. അഫ്കോഴ്സ് ഗൈസ്, അതാണ് ഏറ്റവും വലിയ വിഷമം. കാരണം അറിയാവുന്ന ആരും എൻ്റെ കൂടെ ഇല്ല എന്നാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും ലൈക്ക് എൻ്റെ കോളേജിലില്ല. ഇറ്റ് ഈസ് വെരി എന്താ പറയുക, ഭയങ്കര ഇതായിപ്പോയി ഗൈസ്. എന്തായാലും ഒറ്റയ്ക്കാണ്, പുതിയ ക്ലാസ്മേറ്റ്സ് ആണ്. സോ പുതിയ ഫ്രണ്ട്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ എത്ര പുതിയ ഫ്രണ്ട്സ് വന്നാലും എൻ്റെ പഴയ ഫ്രണ്ട്സിനൊന്നും ഞാൻ മറക്കില്ല. ആ ഒരു ബോണ്ട് അത് അവിടെ തന്നെ ഇരിക്കും. കാരണം എടാ നമുക്കിപ്പോൾ എന്താ ഈ പറയുന്നത്, ഈ പഴയ ഫ്രണ്ട്സിൻ്റെ വൈബ് ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാർ കൂടുതൽ ലൈക്ക് ഒരു പഴയൊരു കമ്പനിയുടെ വൈബ് ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. ലൈക്ക് വൈബിൽ നല്ല വൈബൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ പഴയ ആൾക്കാരുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു. ഫോർ മീ ഇറ്റ് ഈസ് ഭയങ്കര സങ്കടമാണ് ഗൈസ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതൊരു കാര്യം. പിന്നെ ഓക്കെ വെയിറ്റ്, ലൈക്ക് പഴയ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് അതൊരു വേറൊരു വൈബാണ്, ഇവർ വേറൊരു വൈബാണ്. സോ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു കാര്യം. പിന്നെ പുതിയ ടീച്ചേഴ്സ്, പുതിയ സ്ഥലം. ഞാൻ അധികം ഒറ്റയ്ക്ക് ഇത്രയും തനിച്ച് ട്രാവൽ ചെയ്തില്ല ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും ട്രാവൽ ചെയ്തത്. ഒത്തിരി ഒന്നും ഇല്ലെന്നാലും ഒരു അരമണിക്കൂറിൽ മുകളിലാണ് ട്രാവൽ ചെയ്യാനായിട്ട്. അതായത് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ബസ്സിലാണ് പോകുന്നത്. എനിക്കൊന്ന് ബസ്സിൻ്റെ എണ്ണം അങ്ങോട്ട് ഭയങ്കര സ്കൂളിൻ്റെ അങ്ങോട്ട് ഭയങ്കര കുറവാണ്. ലൈക്ക് ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 ബസ്സെങ്കിലും കയറി പോകണം. അത്രയും ഒരു ഇതാണ് ഇവിടെ. സോ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേര് ബിഷപ്പ് സ്പീഷ്യലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്നാണ്. പള്ളത്താണ് ഈ സ്കൂളിൽ കോളേജ്. അപ്പോൾ ഞാൻ കോളേജ് നല്ല പറഞ്ഞു. ഞാനിപ്പോൾ വായിൽ സ്കൂളിൽ വരത്തുള്ളൂ. കോളേജാണ് ഗൈസ്, സോറി കോളേജ്. ഓക്കെ, കോളേജ്. എൻ്റെ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ കോളേജിൻ്റെ പേരാണ് ബിഷപ്പ് സ്പീഷ്യലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്. ഈ കോളേജ് ഉള്ളത് പള്ളത്താണ്. പള്ളം ബുക്കാന അങ്ങനെ സ്ഥലത്തിന് കറക്റ്റ് അതിൻ്റെ പേര് അറിയത്തില്ല. ബുക്കാന അങ്ങനെ നാട്ടകം കോട്ടയത്തിനൊക്കെ മുന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു കോളേജാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും നിങ്ങൾക്ക് ബികോമിനുള്ള അഡ്മിഷൻ വേണമെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ബിഷപ്പ് സ്പീഷ്യലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. സോ വേക്കൻസി ഉണ്ടെന്നാണ് ഇങ്ങനെ അറിഞ്ഞ് കേട്ടത്. സോ നിങ്ങൾക്ക് വേക്കൻസി ലൈക്ക് സീറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് യു കൻ കോൺടാക്ട് ഇഫ് യു ഇൻട്രസ്റ്റഡ് ഇൻ ബികോം. സോ ഗൈസ്, ഇതാണ് ബികോമിന് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ ഗൈസ്. അപ്പോൾ സീറ്റ് ഉണ്ടെന്നാണ് കേട്ടത്. സോ എന്തായാലും എന്തല്ലേ, ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ എടുക്കാൻ. അവിടെ ലോജിസ്റ്റിക്സും കോർപ്പറേഷനൊക്കെ ഉണ്ട്. സോ എന്തായാലും ഒരു പുതിയ ജോലി തന്നെയാണ്. ഇതിപ്പോൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്, തൃക്കുടിത്താനം എന്ന് പറയും. സോ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ആരമലയാണ്. സോ ഇവിടെ നിന്ന് ബസ് കയറി ചങ്ങനാശ്ശേരി ചെല്ലണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് കയറി ഒന്നെങ്കിൽ ലൈക്ക് അങ്ങോട്ട് എൻ്റെ സ്കൂളിൽ നേരെ വാതിക്കയിലോട്ട് ബസ് അങ്ങനെ അധികം ഇല്ല. ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേറെ ബസ് കയറി ചിങ്ങവനത്ത് ഇറങ്ങണം. ചിങ്ങവനത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറി സ്കൂളിൽ വാതിക്ക് ഇറങ്ങണം. അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ പോയത്. അപ്പോൾ നാളെ ലൈക്ക് ഇന്ന് കറക്റ്റ് ടൈമൊന്നും അറിയത്തില്ലായിരുന്നു. ടൈമൊക്കെ അന്വേഷിച്ചത് നാളെ 8 മണിക്കത്തെ ഒരു വണ്ടിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ വാതിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി കയറി ചിങ്ങവനത്ത് ഇറങ്ങി അവിടുന്ന് അടുത്ത ബസ് കയറി പോകാനാണ് എൻ്റെ പ്ലാൻ ഗൈസ്. അപ്പോൾ എന്തായാലും കോളേജ് ലൈഫ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം അത് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒന്നും അല്ല ഗൈസ്. ഈ സിനിമ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. സിനിമ പോലെ ആയിരിക്കും. ലൈക്ക് ഫസ്റ്റ് ഡേ ആണ്. സോ കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്ന്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഡേ തന്നെയാണ്, കുഴപ്പമില്ല. സിനിമ പോലെയല്ല എന്തായാലും. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. സിനിമ വേറെ, റിയൽ ലൈഫ് വേറെ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജോലി, വി ആർ എക്സ്പ്ലോറിങ് ന്യൂ തിങ്സ് ഗൈസ്.
അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നും നമ്മുടെ കയ്യിലേ അല്ല. ലൈക്ക് ഇങ്ങനത്തെ ഓടിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പഠിക്കേണ്ടി വരും. ഞാൻ എൻ്റെ ലൈഫിലിപ്പോൾ ഞാൻ 3 സ്കൂൾ മാറി പഠിച്ചിട്ടുണ്ട്. ലൈക്ക് LKG തൊട്ട് 7ാം ക്ലാസ് വരെ. ആ സ്കൂളിൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് VBP സ്കൂളിൽ. എൻ്റെ വീണ്ടും തൊട്ടടുത്തല്ല, കുറച്ച് ഒരു നടക്കാൻ പറയുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് അച്ഛൻ ഓട്ടോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 7ാം ക്ലാസ് അവിടെ 7 വരെ ഉള്ളൂ. പിന്നെ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ അടുത്തല്ല ഒരു ബസ്സിന് കയറി പോകുന്ന ദൂരമുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് 8ാം ക്ലാസ് മൊത്തം കൊറോണ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ 9ാം ക്ലാസ് പകുതി ആയപ്പോഴാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. 8 തൊട്ട് 10 വരെ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കിനും എന്താ പറയുക, അത് സെൻറ്റ് ജോസഫ് പായിപ്പാട്. സോ അതൊരു അവിടെ ബോയ്സ് ആക്കിയിട്ട് സെക്കൻഡ് ബാച്ച് ആയിരുന്നു ഞങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് +1 +2 തൃക്കുടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. തൃക്കുടിത്താനം ഗവൺമെൻറ് THSS. ഓക്കെ ഗൈസ്, അവിടെയാണ് ഞാൻ കൊമേഴ്സ് ആയിരുന്നു പഠിച്ചത്. അയ്യോ, കോണൻസ് ഓർമ്മ വരുന്നത് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും അവിടെ 2 വർഷം പഠിച്ചു. ടു ബി ഓണസ്റ്റ്, നല്ല ഫ്രണ്ട്സിനെ മേക്ക് ചെയ്ത് അവിടെ നിന്നാണ് ചോദിച്ചാൽ +1 +2 ആ ഒരു ഒത്തിരി ഫ്രണ്ട്സൊന്നും ഇല്ലടാ. പക്ഷേ ഉണ്ടല്ലോ, നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. ലൈക്ക് 1 to 7 വരെ അവർ നല്ല ഫ്രണ്ട്സാണ്. 10ലൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും നമുക്കൊരു കോൺടാക്റ്റ് ഒക്കെ വെക്കാൻ ഇപ്പോഴൊരു കോൺടാക്റ്റ് ഒക്കെ ഉള്ളൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് +1 +2 ഫ്രണ്ട്സാണ്. സോ പഴയ ചില ഫ്രണ്ട്സായിട്ട് ഇടയ്ക്കൊക്കെ കോൺടാക്റ്റ് ഉണ്ടെന്നാലും ഇവരെ പോലെ ഒരു കോൺടാക്റ്റ് ഇപ്പോഴും ഇല്ല. ഓഫ്കോഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതൊരു വേറെ ബോണ്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്, എനിക്ക് മുടിയില്ല. അതിനെപ്പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വേറെ പീരീഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ കോളേജൊക്കെ ഇറ്റ്സ് ഓക്കെ ആയിരുന്നു. ബട്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം മാറുമോ അതോ ഇതിൽ നല്ല അഭിപ്രായം വരുമോ എന്നൊക്കെ വഴി നോക്കി അറിയാം. പിന്നെ ഗൈസ്, ഈ ടാൻ മറ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ഈ കേളി ഹെയർ, എൻ്റെ മുടി നേരത്തെ ഇത്രയും കേളി ഒന്നുമല്ല, ഇത് ഒത്തിരി കേളിയില്ല, നല്ല കുറച്ച് കേളിയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും മെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണം. കാരണം എനിക്കിത് മടുത്ത് മെയിൻ ചെയ്ത്, അതായത് ലൈക്ക് ചില സമയത്ത് നല്ല രസമായിട്ട് കിടക്കും, ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ കിടക്കും ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ആർക്കെങ്കിലും BCom ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കോളേജിൽ വിളിച്ചൊക്കെ അവിടെ വേക്കൻസി ഉണ്ടെന്നാണ് കേട്ടത്. സോ ഞാൻ കൺഫർമേഷൻ ഒന്നും പറയുന്നില്ല. സോ നിങ്ങൾക്ക് BCom പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും അഫോർഡബിൾ റേറ്റിൽ പ്ലീസ് കോൺടാക്ട് ബിഷപ്പ് സ്പീച്ച്ലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഗൈസ്. താങ്ക് യു. ബൈ ഗൈസ്.